ഉമ്മയുടെയും ഉപ്പാടെയും പൊരുത്തമില്ലാത്തവനാരോ അവർക്കാർക്കും സ്വർഗമില്ല, അവരെ നരകത്തിലേക്ക് പിടിച്ചെടുപ്പെടുകയാണ്. നാലാമത്തെ നരകത്തിന്റെ വാതിലിൽ ചോദിക്കുന്നത് അതാണ്. പിന്നെയുണ്ട് ഉമ്മയെ ചിരിപ്പിച്ചവർ, ഉപ്പാനെ ചിരിപ്പിച്ചവർ. അവർ നാളെ മശ്റയിലേക്ക് വന്നാൽ ഒരു ഉമ്മ ഒരു ദിവസം മോനെ കൊണ്ട് ചിരിച്ചു പോയാ, ഉമ്മാനല്ലേ ചിരിപ്പിക്കണം, തമാശ പറഞ്ഞിട്ടാണെങ്കിലും ശരി, എന്തെങ്കിലും തമാശ പറയാം ഉമ്മാന്റെ അടുത്ത്, ഉപ്പാന്റെ അടുത്ത് തമാശ പറഞ്ഞിട്ടെങ്കിലും ശരി. നാളെ പോയി ഉമ്മ കിടന്നിട്ടാകുമ്പോ ഒരു ചിക്കിളിയാക്കണ്ട. ചിക്കിളിയാക്കുന്നതിനോട് എന്ത് പറഞ്ഞ ചിക്കിളില്ലേ, ചൊക്ലീനാ ഇല്ല സൂര്യസേ ചിക്കിളിയാക്കടാ. ഉമ്മാക്ക് ഒരു ഉസ്താദ് ചെല്ലി ഉമ്മാനെ ചിരിപ്പിക്കണം, എന്നിട്ട് പാതിരാക്കി ചിക്കിളിയാക്കി അഡ്രസ് ഇരിക്കല. ഇപ്പൊ തന്നെ നമ്പാനും വന്നില്ല. ഞാൻ ഒരു പണി സൈത്താന് പിടിച്ചിട്ട് എന്തെന്ത് ഇസ്മാക്കിയും സൈത്താന് പോകുന്നില്ല. ഞാൻ 2 മണിക്ക് വെച്ചിട്ട് 2 മണിക്ക് വെച്ചിട്ട് യോർ എന്തെന്താക്കി 1.5 കൊല്ലം ഇസ്മാക്കി പോണ്ടേ, സൈത്താൻ പോണ്ടേ, പോന്നില്ല. നാട്ടിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട ഒരാൾ ഞാൻ പറഞ്ഞോട്ട് സൈത്താന് ചിലപ്പോ മറ്റേ സൈത്താൻ അവൻ ചാൻസ് ഉണ്ടെന്നല്ല ചെലിട്ട് കൊടുത്തിട്ട് അയാൾ പോയിട്ടാകുമ്പോ അയാൾ ഫസ്റ്റ് റൂമിൽ ബന്ധാക്കി ഞാൻ ചെലിട്ട് കൊടുത്തിനോട് ഇങ്ങനെയുള്ള അയാൾ കേട്ടല്ല, കറക്റ്റ് കേട്ടു, നേര് ചൊല്ലണം. ഇപ്പൊ ഇതൊരു സൈത്താന് ബാത്തിലാക്കുന്ന ഒരു പണി ഞാൻ എടുക്കുന്നു, ഇത് എടുത്തുനിന്ന് കണ്ടെങ്കിൽ നിനക്കാരെല്ലാം ഒരു ചെറിയ ഇക്ലീസ് പിരിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ പൊട്ടുന്നു, പിന്നെ നിനക്ക് എന്ത് കിട്ടാല. നീ പണിയെടുക്കുന്നതിന് മുന്നേ ചൊല്ലണം ഉണ്ടായില്ലേ ഓക്കെ. ഇത് ഒട്രാസി പേടി അവനും തുടങ്ങി എന്നിട്ട് ഓള് മെല്ലെ ചെല്ലി ഒക്കുന്നില്ല. അവളോട് കേട്ടാലേ ഒക്കെ നീ കൂക്കിലിടുന്നതിന് ആക്കുന്നില്ല. കറക്റ്റ് 2 മണിക്ക് വെച്ചിട്ട് കൂക്കിലിടുന്നത് ഓർക്ക് ഉറക്കില്ല, ടെൻഷനും ബേജാറും. ലാസ്റ്റ് അവളോട് ചെല്ലാ നിങ്ങൾക്ക് ഒരു ഉറുക്കല്ല തരുന്നത്, ഇതിലെല്ലാം പോവും, പുതിയ പിള കിട്ടും, നീ കൂക്കാങ്ങായല കൂക്കിലിടങ്ങായല കൂക്കിലിട്ടങ്ങല്ല ബുദ്ധിമുട്ടാണ്. പുറക്കാർക്ക് അങ്ങനെ ഏത് തങ്ങന്മാർ വന്നവരിലെ കുറച്ചാൾ ചെന്നാണ് റുവാന്റെ ഉപദ്രവം ഉണ്ടോ, പിന്നെ ഇല്ല കറക്റ്റ് 2 മണിക്ക് വെച്ചിട്ട് കോയി നാക്കുന്നത്. അല്ല ഒരു ടൈം ചേഞ്ച് ചെയ്യാനൊന്നുമില്ല, ഇതുപോലെ 2:30 വെച്ചിട്ട് എണിക്കുന്നത് കൂക്കിലിടാൻ. പുറക്കാർക്ക് ഒട്രാസി അവരെ നട്ടന്നിരിക്കാൻ വേണ്ടി കൂക്കിലിടുന്നു. ഏതുമായിട്ട് കൂക്കളിലിട്ട് ലാസ്റ്റ് ആൾ ചെല്ലി നിങ്ങൾക്ക് ആ ചക്കനെ ഞാൻ കിട്ടുന്ന പോലെ ആക്കുന്നത്, നീ കൂക്കിലിടങ്ങാല. ഈ ഒട്രാസ് ഇയാൾക്കോട് കൂക്കിലിടുന്ന എന്താക്കണോ തങ്ങൾക്ക് കുറെ ആൾ ഒരു ചെല്ലനാണ് 1.5 വർഷമായിട്ട് എന്തൊരു സമാവില്ല. ഒരു വരുന്ന മറന്നങ്ങ് പിറ്റേന്ന് 2 വട്ടം കൂക്കിലിടുന്നോ ഇത് എടുക്കുന്നത് അങ്ങനത്തെ ഇടങ്ങിയത്. ഏതുമായിട്ട് ഇയാൾ പോയി തല്ല നിങ്ങൾക്ക് അത് കിട്ടും, നീ മുണ്ട സൈലന്റ് ആയി തിരിക്കണം, എല്ലാം കറക്റ്റ് ആവുന്നല്ല ചെല്ലിട്ട് അയാൾ തങ്ങം ചെല്ലാല. മങ്ങലെല്ലാം എടുക്കുന്നെങ്കിലോടൊന്ന് കേട്ടോളി, ജാഗ്രത എല്ലാം ആയിക്കോളി, പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോളി, അല്ല ഹൈറിലാക്കട്ടെ. ഒരു ഉക്ക് കൊടുത്തിന് ഇങ്ങനെ അവള് കൂക്കിലിടല. അന്ന് പോയ കൂക്കുളി ഇന്നോളെ വന്നിട്ടില്ല. എന്തേ ശരിയായി ഓക്കെ, ശരിയായി ഓക്കെ, ഇത് കിട്ടുന്ന ഇയാൾ സംഘച്ചല്ലേ, ഇത് ഉറുക്കിട്ട് നിങ്ങൾക്ക് അവനെന്നെ കിട്ടുന്നതിലും സമാധാനാക്കിട്ട് വന്ന് കൂക്കളില്ല. ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾ നാളെ ഉമ്മാനെ ചിരിപ്പിക്കണം ഉപ്പാനെ ചിരിപ്പിക്കണോട്ട് പോയിട്ട് പാതിരാക്കണിച്ചിട്ട് മെല്ലെ പോയാൽ ഉപ്പന്നിരിക്കും, എന്തോ എന്നെ കൊണ്ട് എബെട്ടിടിച്ചിട്ട് എന്റെ ജാഗയിൽ എടുക്കുന്ന എന്താ ജോൻ ചിരിപ്പിക്കുന്ന മുണ്ടിരി അടുപ്പിച്ചാൽ മതി, തൊട്ടിലുള്ള ചിരിപ്പിക്കണ്ട. ഏതാണെങ്കിലും ഉമ്മ ചിരിച്ചു പോയാൽ ഉപ്പ ചിരിച്ചു പോയാ ഉമ്മയുടെ ഒരു ചിരി കൊണ്ട് കിട്ടുന്നത് എന്താണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഇല്ലാ ഗഫറല്ലാഹു ലഹു മിന്നൂമാ കാന മിനദ്ദുനൂബ്. നിന്റെ ഉമ്മ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, നിന്റെ ഉപ്പ നിന്നെ കൊണ്ട് ചിരിച്ചുവോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിന്റെ എല്ലാ ദോഷങ്ങളും പൊറുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ബിറുൽ വാലിദൈൻ, ഉമ്മാക്കും ഉപ്പാക്കും ഗുണം ചെയ്യാത്തവർ 4ാമത്തെ ഡോറിലൂടെ നരകത്തിലേക്കാണ്. 5ാമത്തത് അലാഹിഫുൽ ലിസാൻ, 5ാമത്തെ കടമ്പയിൽ അവിടെ ചോദിക്കുന്നത് നാവിനെ പറ്റിയിട്ടാണ്. നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പഞ്ചാധിക വിഷയ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ സംസാരം സൂക്ഷിക്കണേ. അക്സറുന്നാസി അസാബൻ യൗമൽ ഖിയാമ അക്സറുഹും കലാമൻ ഫീ മഅസിയത്തില്ലാഹ്. ധാരാളം സംസാരിച്ച ആളുകൾ, ഒരുപാട് മുണ്ടാന്ന് പറഞ്ഞാൽ പഞ്ചാധിക പെണ്ണുങ്ങൾക്കല്ല അത് ഭയങ്കര ഇഷ്ട, എല്ലാം കേൾക്കണോ മുണ്ടണോ ഫോണാക്കി അങ്ങനെ ദാള് എന്ത് കറിയുന്നിട്ടല്ല ദാളുക്ക് എന്തൊരു ഇട്ടേന്നിട്ടല്ല ദാളുകിന്നതല്ല ഇട്ടണി നല്ല ഇടാന്ന് പെണ്ണുങ്ങൾ ഓറനാക്കിയ പെണ്ണുങ്ങളോട് കേട്ടും കൂടെ നല്ല ഇട്ടില്ലാന്ന നല്ല ഭാര്യ ടേസ്റ്റായി എങ്ങനെ ഇതെല്ലാം കേൾക്കണു. അങ്ങനെ ചോദ്യം പാടില്ല. കണ്ടാലോട് എന്തെല്ലോ ചോദിക്കുക. സംസാരങ്ങൾ കുറച്ചവനാണോ എളുപ്പത്തിൽ രക്ഷപ്പെടാമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഖദ് കാന ബഅദുൽ ഖായിഫീന ഇദാ അസ്ബഹ അഖദ ലൗഹം വദവാ. രാവിലെയായ മഹാന്മാർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവർ സുബഹിയായ ഒരു പലകെടുക്കും, ഒരു റീപ്പ്, പണ്ടല്ല റീപ്പിൽ പലകളിൽ എഴുതിക്കൊണ്ടായത്, പലകയെടുക്കും, മഷിയെടുക്കും, പെണ്ണെടുക്കും എന്നർത്ഥം. ഇതെടുത്തിട്ട് അവരെത് എന്ത് ചെയ്യുക എന്നറിയോ? ഇൻതകല്ലമ കലിമ ഫകതബാ. അവർ സംസാരിച്ചാൽ അത് എഴുതിയെടുക്കുകയാണ്.
സുബൈ തൊട്ടും മിണ്ടിയത് പളക്ക പറഞ്ഞതല്ല, എഴുതി വെക്കരെ, എല്ലാം എഴുതി വെക്കുന്നു. ഇതാ സ്വലാത്തുൽ മഗ്രിബി, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാ എഴുതിയതിനെല്ലാം ഓതുകയാണ്. ഓതിയിട്ട് ഇരുന്ന് കരയുകയാ. അല്ലാ അല്ലാ, ഞാൻ ഇങ്ങനെ മിണ്ടി, നാ ഇങ്ങനെ പൽക്കറിഞ്ഞ്, ഇങ്ങനെ ചൊന്ന്, ഇതെല്ലാം ആക്കിയേ. അല്ലാ അല്ലാ, നീ മാപ്പാക്കുമല്ല. നാളെ എന്നെ ഹിസാബ് എടുക്കുമ്പോ നീ ഇത് കേട്ടാ ഹിസാബിൽ ഞാൻ തോറ്റുപോവല്ല. റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ കരയുകയാണ്. കരഞ്ഞു കരഞ്ഞ് ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് കഴിഞ്ഞാൽ പിന്നെ ബോധം വന്നതിന് ശേഷം അല്ലാ, അറിയാതെ എന്തെങ്കിലും നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പ് തരണമെന്ന് പറഞ്ഞ് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ടിരുന്ന മരണം വരെ അങ്ങനെയാണ്. മുണ്ടിയതെല്ലാം എഴുതുന്നു എല്ലാ ദിവസവും. ഞമ്മ മുണ്ടിയതെല്ലാം എഴുതി ഓടെ എഴുതാണ് ജാഗ വേണ്ട അല്ലേ? തിങ്ങളെ ഒരുന്നാത്തത് എഴുതാൻ സാധ്യമുണ്ട്. എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം പഞ്ചാരിക പെണ്ണിങ്ങ് പോയി നല്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അപ്പുറത്തെ പെണ്ണുങ്ങൾ ഈ പെറ്റങ്ങ് ഡെലിവറി എല്ലാം ആയെങ്കിൽ ഈ പെറ്റോളെ ഉമ്മാക്കൊരു ബിർസ വേറെ, അമ്മായിന്റെ ഒരു ബിർസ വേറെ, രണ്ടാൾക്ക് വേറെ വേറെ ബിർസ. അമ്മായി ചെന്ന് ഐക്കുണ്ടാവും. ഐക്ക് പറഞ്ഞാൽ നീ ഫസ്റ്റ് എന്തല്ലോ നിങ്ങൾ തല്ലതായിരല്ല 8-10 അല്ല. ഉമ്മ ചെന്ന് ഇല്ല, ഓക്ക് ഡോക്ടർ ശരിന് കുറച്ച് സമസ്യയുണ്ട്. സമസ്യ എല്ലാവർക്കും ഉണ്ട്. സമസ്യ നമുക്ക് ഇതന്നെ സമസ്യ. ആര് മർമോളെ കാട്ടിട്ട് അമ്മായി ചെന്ന ഇതേ സമസ്യ, ഓളാട്ടി വലിയ സമസ്യ പറകുണ്ട. ഹോസ്പിറ്റലെല്ലാം കലാട്ടെ അമ്മ ഓർക്ക് രണ്ടാൾക്ക്. ഇനിയിപ്പോ ഓ സബൂർ വേണ്ടായിട്ട് പെഞ്ഞായിന്റെ ഉമ്മാനെ നിപ്പിച്ചെങ്ങ് ഉമ്മയുടെ ഔത്തു. ഇപ്പൊ ഹോസ്പിറ്റൽ എല്ലാം ഒന്ന് ഭയത്തൊക്കെ മറന്നിട്ടിട്ട് കൊണ്ട് ഫുൾ ഉൾഗാക്കിട്ട് ചട്നി വിറ്റ്നിയാക്കി വെച്ചത്. നമുക്ക് എന്തോ അത്ര പോലെയല്ല. കാറൊക്കെ പിടിച്ചും പണ്ടും ഇല്ലോ ഓടുന്നു കാർന്ന് ഈ രൂപത്തിലൊക്കെ ആയിപ്പോയി. അങ്ങനെ ആവരുത്. അമ്മായിമ്മയും മരുമക്കളെ ഒരുപോലെ കാണുക. നിങ്ങളുടെ മോളെ പോലത്തെ മോൾ തന്നെയാണ് ആ മറ്റുള്ള നിങ്ങളുടെ മോന്റെ ഭാര്യയും. എല്ലാരോടും കരുണ കാണിക്കുക. അള്ളാഹു ഖൈർ നൽകട്ടെ. വിഷയം പറയുമ്പോ പഞ്ചാധികല്ലാക്കുമ്പോ വളരെ ജാഗ്രതയോടെ ആക്കുക. അങ്ങനെ ആ എഴുതി വെച്ച് കരഞ്ഞിരുന്ന മഹാൻ ലോകത്തോട് വിട പറഞ്ഞുപോയി. ആ കാലഘട്ടത്തിലുള്ള മഹാന്മാർ അദ്ദേഹത്തെ സ്വപ്നം കണ്ടു. സ്വപ്നത്തിലൂടെ ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മഹ്ശറിലേക്ക് പോയിട്ട്? അദ്ദേഹം പറയാണ്, ജഅലല്ലാഹു മുഹാസബതി ഫിദ്ദുനിയാ ബദലൻ അൻ ഹിസാബിൽ ആഖിറ. ഞാൻ ദുനിയാവിൽ ഓരോ നാളും എന്നെ ഹിസാബ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എനിക്ക് മഹ്ശറിൽ ഹിസാബില്ല. എന്നെ അള്ളാഹു രക്ഷപ്പെടുത്തി. എനിക്ക് അള്ളാഹു സ്വർഗം നൽകി. നാവ് സൂക്ഷിച്ചോ. ആരെയും കുറ്റം പറയണ്ട, ആരെയും കളിയാക്കി ചിരിക്കണ്ട, ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കണ്ട. വല്ലവരും അങ്ങനെ ചെയ്താ അവർക്ക് പുറത്തു കൊടുത്തോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ഇതിനിടയ്ക്കൊരു ജാഗയെന്ന് പള്ളിന്ന് ഉസ്താദ് വിടുമ്പോ 6 കൊല്ലം നിന്ന് ഒരു ഉസ്താദ് ഒരു ജാഗയല്ലേ നമ്മൾ ചങ്ങായി. അയാൾ വിടുന്ന സമയത്ത് ഒരാൾ കൈ പിടിച്ചിട്ട് വന്നിച്ചില്ലല്ലേ, യാ ഉസ്താദ് എന്തെങ്കിലും ചൊന്നിട്ട് എന്തെങ്കിലും മാപ്പാക്കണം. ഉസ്താദിന്റെ ഭാര്യയും മുട്ടത്തെ ഫിർസത്തിന്റെ ആളയാൾ, ഭാര്യ ബഹുമാനത്തിന്റെ ആൾ. അപ്പൊ അയാൾ ഉസ്താദിന്റെ കേട്ടാൽ എന്തൊരു ചൊന്നാല് എന്തെങ്കിലും നിങ്ങൾ എന്ത് ചൊല്ലോ, നിങ്ങൾ ചൊല്ലൊക്കെ എന്തില്ല അത്ര ക്ലോസ് ഓർ രണ്ടാൾ നിങ്ങൾ എന്ത് ചൊല്ലും? അല്ല ഉസ്താദ് വേറെ എന്തെങ്കിലും ചൊന്നിട്ട് ഇന്നെങ്കിൽ നിങ്ങൾ മാപ്പാക്കണം. അപ്പൊ ഉസ്താദ് കേട്ടില്ല എന്ത് ചൊല്ലുന്നവർക്ക് ചൊല്ലോറ് ഇല്ലല്ലോ. പെരുന്നാൻ്റെ 6 കൊല്ലം ഇയാളൊക്കെ തന്നെ ഉണ്ടായ മനസ്സാ. വേറെന്ത് ചൊന്നിട്ടില്ല ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചൊല്ലി. നീ വേറെ എന്തെങ്കിലും ചൊല്ലണം. പള്ളിയിലുള്ള ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചൊല്ലി. ഈ നാട്ടിൽ വലിയ ആരോപ വേറെ ഉണ്ട്. ആര് അയാളൊക്കെ തന്നെ ഉള്ള ആൾ ചെന്ന് വേറെ എന്തെങ്കിലും ചൊന്നിട്ടിക്കല. ഉസ്താദ് പള്ളിയിൽ ഇക്രമേ ഇല്ലാന്ന് ചൊല്ലി. വേറെ ഒന്നും ചൊല്ലിയിട്ടില്ല. വേറെ ചൊല്ലണം. ചില ആളെല്ലാം പൊതുവെല്ലാം മുണ്ടുമ്പോ ഞങ്ങൾക്ക് വേണ്ട, എന്തേണ്ട് കേക്കണ്ടാന്ന്. എന്തേണ്ട് കേക്കണ്ട അല്ലെങ്കിൽ ഭയങ്കരമായ ആരോപം. എന്തെങ്കിലും ഒന്ന് ചൊന്നെങ്കാവും, അത് ചൊല്ലൂല്ല. ഞങ്ങൾക്ക് ചൊന്ന പാർട്ടിയല്ല. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ നിർത്താൻ പോകുന്നു. 6-മത്തത് അലാഹിഫുൽ ജാർ, അയൽവാസികളെ പറ്റിയിട്ടാണ് ചോദ്യം. 6-മത്തെ നരകത്തിന്റെ വാതിലെടുത്തെത്തിയ ഞങ്ങൾ അയൽവാസി അപ്പുറം ഇപ്പുറം ഉള്ള പരക്കാർ ഹിന്ദുക്കളാവട്ടെ മുസ്ലിമീങ്ങളാ ആരാണെങ്കിലും ശരി, അയൽവാസികളെ പറ്റി അവിടെ ചോദിക്കുകയാണ്. അയൽവാസികൾ പറയണം നല്ല മനുഷ്യനാണ്, അയൽവാസികൾ പറയണം നല്ല ആളാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കുടുംബം പോലെ ഒന്നുണ്ട്, അയൽവാസികളോട് കടപ്പാടുകളുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും കള്ളു കുടിച്ചിട്ട് വന്നിട്ട് അയൽവാസി ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു, കളിയാക്കുന്നു. എല്ലാവർക്കും സീർണിണ്ടി നിൽക്കുന്നത് ഞാൻ ചൊന്നില്ല. സീർണില്ല ഇന്നില്ല. ഉണ്ടാ അധ്യക്ഷരെ ഇല്ല.
സീനിയർ ലാസ്റ്റ് ഉണ്ടാവും. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഒരു 10 നിർത്താം. അതിന് കൈയുള്ള ആളൊക്കെ ഇരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചെറിയൊരു ദുആ കഴിഞ്ഞ് നമുക്ക് പിരിയാം. അള്ളാഹു അനുഗ്രഹിക്കണേ. എപ്പോഴും കള്ള് കുടിച്ചിട്ട് വന്നിട്ട് അബൂ ഹനീഫ ഇമാം തങ്ങളെ പറയുന്നു. ചില ആൾക്ക് അതൊരു കൊസി അല്ലെ. ആടയിടൽ ഇതിന്റെ ഉസ്താദന്മാരെ തങ്ങന്മാരെല്ലാം കളിയാക്കി ചിരിക്കുമ്പോ അതൊരു ഒരു കൊസി ചില ആൾക്ക്. അബൂ ഹനീഫ ഇമാമിന്റെ അയൽവാസി കള്ള് കുടിച്ചിട്ട് എപ്പോഴും മഹാനെ ആക്ഷേപിക്കുകയാണ്, ചീത്ത പറയുകയാണ്, കളിയാക്കുകയാണ്. ഒരക്ഷരം ഒരു തവണ പോലും അബൂ ഹനീഫ തങ്ങൾ മുണ്ടിയിട്ടില്ല. അവസാനം 3 ദിവസമായി ഇയാളെ കാണുന്നില്ല. ഇയാളില്ല, പത്തയില്ല. ഞമ്മെന്ത് ചൊല്ലു പോയി ആണപ്പവേ ചന്ദ്രൻ കാജൂർ ദർഗത്ത് പടയിട്ട് നേർച്ച വെച്ചിരമോണ് മണ്ണ് നീണ്ടുപോകും അല്ലെ. ഞമ്മ അങ്ങനല്ലേ വെക്കല്. ഓണി ഓടാൻ നമ്മളൊരു അയൽവാസിയാ, ബന്ധപ്പെട്ട ആളാ, എവിടെങ്കിലും പോയി വീണുപോയാ ഈ രോഗം വന്നാ നമ്മൾ പറയും നണ്ട സാപ്പ നാണപ്പഴ അല്ല. ശപിക്കുന്നത് നല്ലതല്ല. നമ്മുടെ ശാപം കൊണ്ട് ഒരാൾക്കും ഒന്നും ആകണ്ട. ശപിക്കുന്നത് ഖൈറില്ല, റാഹത്തില്ല. ഏതുമാകട്ടെ 3 ദിവസം ചീത്ത പറയുന്ന ആളെ കണ്ടിട്ടില്ലാത്തപ്പോ തേടിയിട്ട് പോകുന്നു അബൂ ഹനീഫ. നാട്ടുകാർ പറയുന്നു അയാളെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും അയാൾ ജയിലിൽ നിന്ന് പുറത്തു വരൂല, അയാൾ ജയിലിലുണ്ട്. നമുക്ക് എത്ര കൊസിയാ പോയല്ലേ കൊണ്ട് അണ്ട് ബന്ധായിട്ട് പോയ ജയിലിൽ പോയാ. അബൂ ഹനീഫ തങ്ങൾ നേരെ പോകുന്നു ജയിലിലേക്ക് പോകുമ്പോ പോലീസുകാർ, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും എണീറ്റ് നിൽക്കുകയാ. അബൂ ഹനീഫ തങ്ങളല്ലേ വന്നത്, എന്തിനു വന്നു? ആളുകളുടെ ബഹുമാനമാണ്, ഭയങ്കരം റെസ്പെക്റ്റാണ്. ബഹുമാനത്തോടെ ചോദിക്കുമ്പോ അബൂ ഹനീഫ തങ്ങൾ പറയുന്നു എന്റെ ഒരു അയൽവാസി ഇവിടെ ജയിലിലുണ്ട്, അവനെ മോചിപ്പിക്കാൻ വന്നതാ. അവർ പറയുന്നു തങ്ങളെ, അവൻ കള്ളു കുടിച്ചിട്ട് ആക്രമിച്ചിട്ട് തിന്മകൾ ചെയ്തിട്ട് അവനെ ജയിലിൽ അടച്ചതാണ്. അതുകൊണ്ട് എന്ത് വേണം നിങ്ങളെ? മഹാനവരുകൾ പറയുന്നു ഞാനാണ് ജാമ്യം. അവൻ കള്ളു കുടിച്ചാ നിങ്ങൾ എന്നെ പിടിച്ചോ, എന്നെ കൊണ്ടുവന്നടച്ചോ. അവൻ കള്ളു കുടിക്കില്ലാണ് ഞാൻ സാക്ഷി പറയുന്നു. ആർക്ക് വേണ്ടിയിട്ടാ? എല്ലാ രാത്രികളും കള്ളു കുടിച്ചിട്ട് അബൂ ഹനീഫ തങ്ങളെ ചീത്ത വിളിക്കുന്ന, ആക്ഷേപിക്കുന്ന, പറയുന്ന, കളിയാക്കുന്ന ആൾക്ക് വേണ്ടി ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോയ അബൂ ഹനീഫ. അങ്ങനെ അതാ മനുഷ്യൻ ജയിലിൽ നിന്ന് വരുന്നു. അത്ഭുതമാണ്. എന്താ സംഭവിക്കുന്നത്? കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നു, മുസ്ലിമാകുന്നു. അന്ന് ജയിലിൽ ആരെല്ലാം ഉണ്ടോ എല്ലാരെയും അവർ ജയിലിൽ നിന്ന് ഒഴിവാക്കുന്നു. കാരണം ജയിലിലേക്ക് അബൂ ഹനീഫ തങ്ങൾ വന്ന ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും മാപ്പ് ചെയ്യുന്നു. കണ്ടോ, അയൽവാസി ആക്രമിക്കുന്ന അയൽവാസി ജയിലിലായപ്പോ ജാമ്യം നിന്നിട്ട് ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ? അയൽവാസികൾക്ക് സിഹിർ വെക്കരുത്, അയൽവാസികളെ കളിയാക്കരുത്, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കരുത്, അയൽവാസികൾ കിടങ്ങേറാക്കരുത്, ഒരു ഉപദ്രവവും ചെയ്യരുത്. അല്ലാഹുവേ, ഞങ്ങളുടെ അയൽവാസികൾക്ക് നീ ഖൈർ നൽകണേ അല്ലാ. അയൽവാസികൾ ബറക്കത്താണ്, റഹ്മത്താണ്. 7ാമത്തത് നിർത്തുന്നു. 7ാമത്തെ നരകത്തിന്റെ വാതിലിൽ കടമ്പയിൽ ചോദിക്കുന്നത് അനുസ്വദിത്തി, സത്യത്തെ തൊട്ടാണ്. സത്യം പറയണം. സംസാരത്തിൽ എപ്പോഴും കളവുണ്ടാകാൻ പാടില്ല. ഇത് വായ തുറന്നാ കളവ് പറയാ. ഇതിനിടയ്ക്ക് ഒരു ഹോട്ടൽ വെച്ച് എന്തുണ്ട് സപ്ലൈക്കാൻ മോൻ ചെല്ലി 10 സേമ കൽത്തപ്പ പൊറോട്ട എല്ലാം ചെല്ലി. ഞാൻ ചെല്ലി എന്താട്ട് പിണ്ടിയും ചെല്ലി. ഞാൻ ചെല്ലി കൽത്തപ്പ ഉണ്ടാന്നിട്ട് കൽത്തപ്പ ഇല്ലാല്, പിണ്ടി ഉണ്ടാട്ട് പിണ്ടിയും ഇല്ലാല്, പിന്നെ എന്തുള്ളട്ടാ എന്ത് പൊറോട്ട മാത്രമേ ഉള്ളൂ. ഓൻ ഫസ്റ്റ് തിരിയല്ലേ കൽത്തപ്പ ഉണ്ട്, പിണ്ടി ഉണ്ട്, സേമയുണ്ട്, പൊറോട്ട ഉണ്ട്, ചെറുതങ്ങനെ. പിന്നെ ഹോട്ടൽ പോയപ്പോ എല്ലാം ഉണ്ട്. ഉസ്താദ് ഏതാവുന്നു. ഞാൻ പിന്നെ ചെല്ലി കൽത്തപ്പാവും. കുറച്ച് കഴിയുമ്പോൾ ദോശ വന്നു. എന്ത് വരുന്ന കാണുന്നില്ല. പിന്നെ അവനെ വിളിച്ച പയ്യക്ക് പക്ഷെ ദോശ മാത്രമേ ഉള്ളൂ, എന്ത് ബേജാറാക്കണ്ടാന്ന്. പിന്നെ ഇതാക്കാൻ ഇരുന്നിട്ട് അതിന് കറി വെച്ചിട്ട് പോയി കൽത്തപ്പ ഇപ്പൊ വരുന്നിട്ട്. അങ്ങനെയാണ് കളവ് നമ്മുടെ ജീവിതത്തിൽ. അത് ചില ഐഡിയ അങ്ങനെ അറിയോ, ഫസ്റ്റ് പോയപ്പോ അതില്ല ഇതില്ല അല്ലെങ്കിൽ ഇഞ്ഞിട്ട് പോകുന്നില്ലേ, എല്ലാം ഉണ്ടെന്നിട്ട് വളരെ സമാധാനാക്കി ദയിപ്പാട്ടിട്ട് പിന്നെ ചെല്ലാം അതില്ല ഇതില്ല. അവരുത് കളവ് ജീവിതത്തിൽ എവിടെയും, കച്ചവടത്തിലോ കുടുംബത്തിലോ അവിടെയോ ഇവിടെയോ എവിടെയും കളവില്ലാത്ത ജീവിതമാകണം. കളവിനെ തൊട്ട് ഒരാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ
നരകത്തിന്റെ 7ാമത്തെ വാതിലും വിട്ട് അവൻ സ്വർഗത്തിലേക്കാ. ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ സംഭവം വളരെ വിശാലമായിട്ട് പറയേണ്ടതുണ്ട്. സമയത്തിന്റെ അഭാവം കൊണ്ട് ചുരുക്കുകയാണ്. മുത്തുമുഅ്മിനീങ്ങളെ, നമ്മുടെ മരണം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അബിപുത്തൂറില് പേരമുഖറിലെ മുദരിസ് ഫാദിലി ഉസ്താദ് അവരുകൾ, വിനയത്തിന്റെ പ്രതീകമായ പണ്ഡിത സുഹൃത്ത്, ഈ ലോക 40 ചില്ലാനം വയസ്സുള്ള മുദരിസായ ആലിമായ നല്ലൊരു സ്വഭാവത്തിന്റെ ഉടമയായ ഫാദിലി ഉസ്താദ് അവരുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയില്ലേ. മുഹർ നിസ്കാരത്തിന് പള്ളിയിലുണ്ടായിരുന്ന ഉസ്താദ് നെഞ്ചുവേദനയെ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എങ്കിലോ അവിടത്തെ ചോരപ്പൈതലീങ്ങളാകുന്ന പൊന്നുമക്കളെ യതീം മക്കളാക്കി. അവിടത്തെ വളരെ സ്നേഹിച്ചിരുന്ന മുതഅല്ലിമീങ്ങളായ പൊന്നുമക്കളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാരെയും കണ്ണീരിലാക്കി. ഫാദിലി ഉസ്താദ് ലോകത്തോട് വിട പറഞ്ഞു പോയി. ആരുടെ മണ്ണാകുന്ന ഖബറിലല്ലയോ. അല്ലാ, ഉസ്താദിന്റെ ഭാര്യക്ക്, മക്കൾക്ക്, കുടുംബത്തിന് നീ ക്ഷമ നൽകണം അല്ലാ. ആ ഉസ്താദിന്റെ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം അല്ലാ. എത്രയെത്ര മരണങ്ങളാണ് നമ്മുടെ കക്കിഞ്ചയിലെ സിദ്ദീഖിന്റെ വീട്ടിക സിദ്ദീഖിന്റെ പൊന്നുമോന്, 3 വയസ്സുള്ള പൊന്നുമോന് അപകടത്തിൽ വെച്ച് മരിച്ചുപോയില്ലേ. അല്ലാ, കുടുംബത്തിന് നീ ബദൽ കൊടുക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. എത്രയെത്ര മരണങ്ങളാണ്. ഇന്നലെ നടന്ന ഒരപകടത്തിൽ വെച്ച് റഫീഖ് നാട്ടക്കല്ല്, ആസിഫ് സജിപ്പാണ് പറയുന്ന ചുറുചുറുക്കുള്ള 2 ചെറുപ്പക്കാർ വളരെ മനോഹരമായ വാഹനത്തിൽ ആക്സിഡന്റിലൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ. അല്ലാ, ചെറുപ്പക്കാരുടെ ഖബറടം റാഹത്താക്കണേ അല്ലാ. 2 കുടുംബത്തിനും നീ ക്ഷമ നൽകണേ അല്ലാ. അപകടങ്ങൾ പെരുക്കുകയാണ്, മരണങ്ങൾ വർദ്ധിക്കുകയാണ്. എപ്പോൾ മരിക്കുമെന്നറിയില്ലല്ലോ, എവിടെ മരിക്കുമെന്നറിയില്ലല്ലോ, എങ്ങനെ മരിക്കുമെന്നറിയില്ലല്ലോ. നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരാകണേ. ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് തങ്ങളെ കൊല്ലാൻ വേണ്ടി ഒരു മനുഷ്യൻ വരുന്നു. സഫ്വാൻ ഇബ്നു ഉമയ്യ പറഞ്ഞയക്കുകയാ. ഉമൈർ ഇബ്നു വഹബ് എന്നയാളെ പറഞ്ഞയക്കുന്നു. കൊന്നിട്ട് തലയെടുത്തിട്ട് വരണം. ആരെ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് അയാൾ പറയുന്നു, എനിക്കത് പ്രശ്നമല്ല, പക്ഷേ എനിക്ക് വേറൊരു പ്രശ്നമുണ്ട്. പല പ്രശ്നങ്ങളും പറഞ്ഞ് എല്ലാം അദ്ദേഹം ഏറ്റെടുത്തു. എല്ലാ കടങ്ങളും വീട്ടാൻ ഏറ്റെടുത്തു, എല്ലാവും ഏറ്റെടുത്തു. റസൂലുള്ളാഹി തങ്ങളിലേക്ക് വാളുമായിട്ട് ആ മനുഷ്യൻ വരുന്നു. മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, സഹാബിമാരുണ്ട്, അവരൊക്കെ പിടിച്ചു വെക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉദിനു മിന്നി യാ ഉമർ, ഉമറേ സമ്മതം കൊടുക്കുക, സാരല്ല. മുത്ത് റസൂലുള്ളാഹി തങ്ങൾ ആ മനുഷ്യനതാ കൊല്ലാൻ വന്ന മനുഷ്യനോട് ചോദിക്കുകയാണ്, എന്തിനു വന്നു? അദ്ദേഹം പറയുകയാ, എന്റെ മകൻ യുദ്ധത്തിൽ തടവുകാരനായിട്ടുണ്ട്, അത് ചോദിക്കാൻ വന്നതാ, അവനെ വിട്ടയക്കാൻ സമ്മതത്തിന് വന്നതാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, കത്തി എന്തിനാ? റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ ഇവിടെ നിൽക്കുമ്പോ സഹാബത്ത് തുറിതുറിച്ചു നോക്കുന്നുണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങൾ നോക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലില്ലയോ, അദ്ദേഹത്തോട് മുഴുവൻ കാര്യങ്ങളും പറയുകയാണ്. അല്ല, നീ അങ്ങനെ വന്നതല്ല, നിന്റെ കടം വീട്ടാൻ വേണ്ടി സഫ്വാൻ എന്നവർ ഏറ്റെടുത്ത് എന്റെ തല കൊണ്ടുപോകാൻ വന്നതല്ലേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ കിട്ടുകിടാ പറച്ച് കത്തി കയ്യിൽ നിന്ന് താഴെ വീഴുന്നു. ഇതറിഞ്ഞ റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തെ കൊല്ലാം, സഹാബികളെ കൊണ്ട് കൊല്ലിക്കാൻ ഒന്നുമില്ല. ഇത് പറഞ്ഞ പാടെ, കത്തി താഴെ വീണ പാടെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാ. റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി കൊല്ലാൻ വന്ന മനുഷ്യനെ അടുത്തിരുത്തിയിട്ട് ആശ്വസിപ്പിച്ചിട്ട് സന്തോഷിപ്പിച്ചിട്ട് ഇത് കണ്ടപാടെ
അദ്ദേഹം ഷഹാദത്ത് ചൊല്ലുകയാണ്, മുസ്ലിമാവുകയാ. എന്നിട്ട് മക്കത്തേക്ക് പോകാൻ സമ്മതം ചോദിച്ചു. പെട്ടെന്ന് പോകാൻ വിട്ടില്ല. പിന്നെ മക്കത്തേക്ക് പോയി. മക്കത്തൊരാള് കാത്തിരിപ്പുണ്ട്, സഫ്വാൻ. അള്ളാന്റെ റസൂലിന്റെ തല കൊണ്ടുവരാൻ കണ്ടവരോട് ചോദിക്കുന്നുണ്ട്, ഉമൈറിനെ കണ്ടിട്ടുണ്ടോ? തലക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ മുഹമ്മദിന്റെ ദീന് വിശ്വസിച്ചു. നമ്മൾ കരുതിയ പോലോത്ത ആളല്ല, ഞാൻ മുസ്ലിമായി കേട്ടോ. എന്താ കേൾക്കുന്നത്? അള്ളാന്റെ റസൂലിനെ കൊല്ലാൻ വന്നയാള് മുസ്ലിമാകുന്നു. പിന്നീട് കാലങ്ങൾ നീണ്ടുപോയി. പിന്നീട് മക്കം ഫതഹിന്റെ നാളിലതാ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും വരുമ്പോ ഇവർക്ക് പേടിയാ, ഇവരെ കൊല്ലുമോ സഫ്വാൻ? ഒരുപാട് ആളുകളെ ആക്രമിച്ച മനുഷ്യനാണ്. ഹബീബ് തങ്ങളെ കൊല്ലാൻ ആളെ വിട്ടയാളാ. കൊല്ലുമോ? അദ്ദേഹം നാട് വിടുന്നു. കാരണം എന്തിനാ? കൊല്ലുമെന്ന് ഭയന്നുകൊണ്ട് സുസൈഡ് ചെയ്യാൻ പോകുന്നു, ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അള്ളാന്റെ റസൂലിനോട് ഉമൈർ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, എന്നെ കൊല്ലാൻ പറഞ്ഞു വിട്ടയാള്, അയാൾക്ക് മാപ്പുണ്ടോ നബിയേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അയാൾക്കും മാപ്പുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പോയി പറയുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് വിശ്വാസമില്ല, എന്നെ നിങ്ങൾ കൊന്നാലോ ഞാൻ ഭയക്കുകയാ. എനിക്ക് തെളിവുണ്ടെങ്കിലേ വരൂ, അല്ലെങ്കിൽ ഞാൻ തൂങ്ങി മരിക്കാൻ പോകുന്നു. അദ്ദേഹം അവിടെ നിന്ന് അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ഓടിപ്പോയി മുത്ത് റസൂലുള്ളാഹ് അവിടത്തെ ഷാൾ എടുത്തു കൊടുക്കുകയാണ്. അവിടത്തെ ഷാള് എല്ലാവർക്കും പരിചയമുള്ള ഷാള്. അവിടത്തെ ഷാൾ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഇതയാള് കയ്യിൽ പിടിച്ചുകൊണ്ട് വരട്ടെ. മുത്ത് റസൂലുള്ളാഹിനെ കൊല്ലാൻ പറഞ്ഞയച്ച മനുഷ്യന് മാപ്പ് കൊടുക്കുന്നു എന്ന് പറയുമ്പോ അറിയാതെ ശത്രുക്കള് കൊല്ലുമോ? ഹബീബ് തങ്ങളെ ഷാള് കണ്ട അവർ കൊല്ലൂലല്ലോ. ശത്രുവിന് മാപ്പ് കൊടുക്കാൻ അവിടത്തെ ഷാള് കൊടുത്തയച്ച റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഷാളുമായി വരുമ്പോ സ്വഹാബികൾ ഇങ്ങനെ തുറുതുറിച്ചു നോക്കുന്നുണ്ട്. ഒന്നും ചെയ്തില്ല. കാരണം മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ ഷാളും പിടിച്ചിട്ടാണ് അയാൾ വരുന്നത്. ഒന്നും ചെയ്യാതെ അദ്ദേഹത്തെ വെറുതെ വിടുന്നു. ഹബീബിനടുത്ത് വന്ന് മുസ്ലിമാകുന്നു. കൊല്ലാൻ തലയെടുക്കാൻ വന്നവർക്കും മാപ്പ്, പറഞ്ഞയച്ചവനും മാപ്പ്, എല്ലാവരോടും മാപ്പ് ചെയ്ത റഹ്മത്തുൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് മാപ്പ് കൊടുക്കുക. മുത്ത് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുക. സ്വലാത്ത് നല്ലോണം ചെല്ലുക. ഒരു 10 സ്വലാത്ത് ആണുങ്ങളൊക്കെ എണീച്ചേക്ക്. ഒരു 10 സ്വലാത്ത് ഹബീബ് തങ്ങളെ പേരിൽ ചൊല്ലി ചെറിയൊരു ദുആ. 10:29 സമയം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. ദുആ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും മുസാഫഹത്താക്കി. പൈസ ഉള്ളവരും ഇല്ലാത്തവർക്ക് ചെറിയ ദുആ. അത് കഴിഞ്ഞു പോകുമ്പോൾ എല്ലാവരും മുസാഫഹത്താക്കി. ആരും മുസാഫഹത്താക്കാതെ പോകരുത്. പൈസ ഉള്ള ആൾ തരാ, അല്ലാത്ത ആൾ സദസ്സിൽ ജബ്ബാർ ഉസ്താദ്, ഒരുപാട് ഉസ്താദന്മാരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ ചൊല്ലിയത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പറഞ്ഞതും സ്വലാത്തു ചൊല്ലിയതും എല്ലാം നീ ഖബൂലാക്കണേ അല്ലാഹ്. ബദരീങ്ങൾ, ഔലിയാക്കൾ, അമ്പിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഇവിടെ കിടക്കുന്ന ഈ കാജൂറിൽ കിടക്കുന്ന മഹാന്മാർ അവരുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ കാജൂർ ഔലിയാക്കളുടെ ബർക്കത്ത് ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളിലും ഞങ്ങളുടെ എല്ലാ ജോലി കുടുംബങ്ങളിലും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഉമ്മ ഉപ്പാക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ഉമ്മാക്ക് ഉപ്പാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. അല്ലാഹ് ഒരുപാട് കടങ്ങളുണ്ട്. ഞങ്ങളുടെ എല്ലാ കടങ്ങളെയും നീ പൊട്ടിത്തരണം അല്ലാഹ്. അല്ലാഹ് രോഗങ്ങൾ ഒരുപാടുള്ളവരുണ്ട്. എല്ലാ രോഗങ്ങളും ശിഫാ നൽകണേ അല്ലാഹ്. അല്ലാഹ്
ഞങ്ങളുടെ മക്കളുടെ കല്യാണ കാര്യങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നീ പൂർത്തിയാക്കണേ അല്ലാ. ഖൈറായ വീട് നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ ജമാഅത്തിൽ ഓരോന്നിലും നീ ഖൈർ നൽകണേ അല്ലാ. ഓരോ വീട്ടുകാർക്കും റാഹത്ത് നൽകണേ അല്ലാ. ഇന്നിവിടെ വന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. ഉസ്താദന്മാർ, കമ്മിറ്റി ഭാരവാഹികൾ, നാട്ടുകാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ, അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. അതുപോലെ കക്കിഞ്ച മജ്ലിസിൽ മാസം തോറും ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ കാവലേകണേ അല്ലാ. ഞങ്ങളുടെ ദർസിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഈ നാട്ടിൽ റഹ്മത്തും ബറക്കത്തും കോരിവാരി കൊടുക്കണേ അല്ലാ. ഉറൂസുമായി ബന്ധപ്പെട്ട് സഹായിച്ചവർ, സഹകരിച്ചവർ, കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ. അല്ലാ, മൈഷത്തിന് വേണ്ടി ആരാന്റെ മുന്നിൽ കൈനീട്ടുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. മരുന്നിന് വേണ്ടി എത്ര വീഡിയോകളാണ്. കിഡ്നി മാറ്റിവെക്കാൻ, ലിവർ മാറ്റിവെക്കാൻ, കാല് മുറിച്ചു മാറ്റാൻ, എത്ര വീഡിയോകൾ കരഞ്ഞു കലയുന്ന അല്ലാ. ഞങ്ങളാരെയും അത്തരമൊരവസ്ഥയിലേക്ക് എത്തിക്കരുത് അല്ലാ. ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫാ നൽകണേ അല്ലാ. ബേജാറുകളെ തീർക്കണേ അല്ലാ. ഉറൂസിനെ സഹായിച്ചവർ, ഞങ്ങളെ പള്ളി ദർസിനെ സഹായിച്ചവർ, ഇവിടത്തെ പള്ളിയെ, ഹിഫ്ള് കോളേജിനെ സഹായിച്ചവർ എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. ഇവിടെ വന്നവർ, ലൈവിലൂടെ പരിപാടി കണ്ടവർ എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാ. അല്ലാ, ബേജാറുകളെ തീർത്തതാ അല്ലാ. രോഗങ്ങളെ ശിഫാ നൽകണേ അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. മാട്ടമന്ത്രങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കണേ അല്ലാ. അല്ലാ, നാല് ഭാഗത്തുനിന്ന് കേൾക്കുന്നത് മരണങ്ങളാണ്, അപകടങ്ങളാണ്, അപകട മരണങ്ങളാണ്. അല്ലാ, നല്ല ജീവിതം നൽകണേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ. മരിച്ചു കഴിഞ്ഞ ഉസ്താദല്ല, പ്രസിഡന്റല്ല, ഹാജിയാറല്ല, നേതാവല്ല, ലീഡറല്ല, ആളുകളെല്ലാരും മയ്യത്ത് എന്ന് വിളിക്കുന്ന ദിവസം ചിരിച്ചുകൊണ്ട് യാത്ര പോകാൻ തൗഫീക്ക് നൽകണേ അല്ലാ. യാ അല്ലാ, നല്ല മരണം നൽകണേ അല്ലാ. റോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന മരണമാകരുത് അല്ലാ. കാഷ്ടവും മൂത്രവും ബാഗുകളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് അല്ലാ. അത്തരം മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാ, ശരീരമാസകലം കീറി മുറിക്കുന്ന, പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാകുന്ന മരണത്തെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാ, അല്ലാ, ചീഞ്ഞു നാറുന്ന മയ്യത്താകരുത് അല്ലാ. ചുട്ടുകരിക്കട്ടയായ മരണമാകരുത് അല്ലാ. മരിപ്പിച്ച് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെളുത്ത തുണിയാടകളിൽ മൂടിക്കെട്ടി മയ്യത്ത് കട്ടിലേറ്റ് പള്ളിയിൽ കൊണ്ടുവരുന്ന ദിവസം നാട്ടുകാർ ഞങ്ങളെ നല്ലത് പറയുന്നവരിൽ പെടുത്തണേ അല്ലാ. അല്ലാ, മയ്യത്ത് നിസ്കരിച്ച് മാപ്പും പറഞ്ഞ് കൊണ്ടുപോകുമ്പോ കടക്കാർ വന്നിട്ട് കൊണ്ടുപോകല്ല, എനിക്ക് കടമുണ്ടെന്ന് പറയുന്നൊരവസ്ഥയും ഞങ്ങൾക്കാർക്കും ഉണ്ടാകരുത് അല്ലാ. അല്ലാ, മയ്യത്ത് നിസ്കരിച്ച് കൊണ്ടുപോയി 6 അടി മണ്ണാകുന്ന ഖബർ, ഉമ്മല്ലാത്ത, ഉപ്പല്ലാത്ത, ഭാര്യയില്ലാത്ത, ഭർത്താവില്ലാത്ത, മക്കളില്ലാത്ത, കുടുംബങ്ങളില്ലാത്ത ഖബർ. അല്ലാ, പാമ്പുകളും തോളുകളുള്ള ഖബർ, 40 തലയുള്ള പാമ്പുകളുള്ള ഖബർ, തീ കത്തിക്കപ്പെടുന്ന ഖബർ, മുൻകർ നക്കീർ അലൈഹിമുസ്സലാം ചൂടാക്കിയ ധണ്ട് കൊണ്ടുവരുന്ന ഖബർ, കാസർഗോഡ് ഒറ്റയ്ക്കുള്ള ഭക്ഷണത്തിന് സ്വർഗ്ഗക്കാരനായ ഉസ്മാൻ തങ്ങൾ പോലും ആർത്തട്ടഹസിച്ചു കിടന്ന ഖബർ, സ്വർഗ്ഗഭക്ഷണം നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ. മഹ്ശറിൽ കാക്കണേ അല്ലാ. നരകത്തിന്റെ വാതിലുകളെ സഹായിക്കണം അല്ലാ. അദ്ദേഹത്തിന് നീ സമ്പത്തും ആഫിയത്തും നൽകണമേ വേണ്ട അല്ലാ. അല്ലാ, ഞങ്ങളെല്ലാവരെയും സ്വർഗ്ഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ.
കറുത്ത സ്വർഗത്തിൽ പോകാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പരിധികളെ കിടക്കുന്ന ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെ റസൂലുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരെയും ഉള്ളിലെ പോയി ഹബീബിന്റെ സലാം പറയാ. ഭക്ഷണം തന്ന എല്ലാവരെയും ആസ്വദിക്കണത്തെ മാജൂരിലെ ഔലിയാക്കളുടെ മുഹമ്മദുകളെല്ലാവരെയും ആരംഭന്റെ ഷഫാഅത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ തിരുവല്യാണത്തിലൂടെ സുഖലോക സ്വർഗ്ഗം ഞങ്ങൾക്കെല്ലാം തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തങ്ങളുടെ തിരുവല്യാണത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹ് സുഖലോക സ്വർഗ്ഗത്തിൽ വെച്ച് നിന്നെ കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും